നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് ടാക്സി കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. LDF ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. കൊരട്ടി പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയായ കൊരട്ടി സ്ട്രീറ്റ് ഫുഡ്സ് നാടിന് സമർപ്പിച്ചു. 365 ദിവസത്തേക്ക് നടത്തുന്ന സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ് ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനവും ആചരിച്ചു. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് ടാക്സി കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം കാട് പിടിച്ച പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഡ്രൈവർ. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. മുണ്ടത്തിക്കോട് സ്വദേശി തെക്കോട്ട് വിനോദിന്റെ കാറാണ് തട്ടിയെടുത്തത്. ആലുവയിലേക്ക് എന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് വാടകയ്ക്കോടുന്ന വിനോദിന്റെ കാർ പ്രതികൾ വിളിച്ചത്. ഖുറാഞ്ചേരിയിൽ നിന്ന് ഒരാളെ കൂടി കാറിൽ കയറ്റുവാനുണ്ടെന്ന് പ്രതികൾ വിശ്വസിപ്പിച്ചു. വിളപ്പായ ബീവറേജിലെത്തി മദ്യം വാങ്ങിയ ശേഷം തെക്കുംകര ഭാഗത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഇതിനിടെ കുറാഞ്ചേരിയിലെ പമ്പിൽ നിന്നും 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. തുടർന്ന് തെക്കുംകര തച്ചനടി ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലമെത്തിയപ്പോൾ കണ്ണിലേക്ക് മുളകുപൊടി എറിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പ്രാണരക്ഷാർത്ഥം സമീപത്തെ കാടുപിടിച്ച പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് വിനോദ് പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ കെടുകാര്യസ്ഥതയെ തുടർന്ന് ചാലക്കുടിയുടെ വികസന സ്വപ്നങ്ങൾ പിറകോട്ടടുപ്പിച്ചെന്ന് ആരോപിച്ച് LDF ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. സൌത്ത് ജംഗ്ഷനിൽ MLA ഓഫീസിന് സമീപത്ത് വെച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ കുറ്റവിചാരണ സദസ്സ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം MV ഗംഗാധരൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ കുറ്റവിചാരണ പത്രം അവതരിപ്പിച്ചു. വിപിന ചന്ദ്രൻ, പോളി ഡേവിസ്, യൂജിൻ മോറേലി, സജീവ്, ഷോജൻ ടി വിധേയത്തിൽ, ജോസ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അൽജോ പുളിക്കൻ, EK സദാശിവൻ, ബ്ലോക്ക് മെമ്പർ സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പ്രധാന അധ്യാപിക ബിന്ദു MP, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ബിന്ദു CJ, PTA ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. 2 നിലകളിലായി പ്രൈമറി ക്ലാസ് മുറികൾ, ലൈബ്രറി, സയൻസ് ലാബ്, സ്റ്റേജ് തുടങ്ങിയവ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊരട്ടി പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയായ കൊരട്ടി സ്ട്രീറ്റ് ഫുഡ്സ് നാടിന് സമർപ്പിച്ചു. പ്രഭാതത്തിലും സായാഹ്നത്തിലെയും പ്രധാന ഭക്ഷണ വിഭവങ്ങൾ വിലക്കുറവിലും ഗുണനിലവാരത്തോടെയും ഓർഡർ അനുസരിച്ചും ഔട്ട്ലെറ്റുകൾ വഴിയും എത്തിച്ചു നൽകുക എന്നതാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. കൊരട്ടി സ്ട്രീറ്റ് ഫുഡ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ആറ്റപ്പാടം വനിതാ വ്യവസായ കേന്ദ്രത്തിൽ 1650 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിൽ പൂർണ്ണമായും ആധുനിക മെഷീനറികളുള്ള അടുക്കള, സ്റ്റോർ റൂം, ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഭക്ഷണ വിഭവങ്ങൾ ഓർഡർ ചെയ്യാൻ കൊരട്ടി IT പാർക്കിന്റെ സഹായത്തോടെ ആപ്പ് സൗകര്യം, വനിതകൾക്ക് 2 വീലറുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. 50 വനിതകൾക്ക് തൊഴിൽ ലഭിക്കുന്ന വനിതാ സംരംഭ പദ്ധതിയായാണ് കൊരട്ടി സ്ട്രീറ്റ് ഫുഡ്സ് നടപ്പിലാക്കുന്നത്.
ചാലക്കുടി ലയൺസ് ക്ലബ് ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണ മെഡിക്കൽസുമായി സഹകരിച്ച് പൊതുജനങ്ങൾക്കായി വരുന്ന 365 ദിവസത്തേക്ക് നടത്തുന്ന സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ് ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിന് ക്ലബ്ബ് ട്രഷറർ പീറ്റർ വി.സി. സ്വാഗതവും ലയൺസ് സെക്രട്ടറി ജോബി എം.ജെ. നന്ദിയും അർപ്പിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ മുൻ മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ സാജു ആന്റണി പാത്താടൻ മുഖ്യാതിഥിയായിരുന്നു. ലയൺസ് റീജിയണൽ ചെയർപേഴ്സൺ ഹാരി ജെ മാളിയേക്കൽ, ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, സോണൽ ചെയർപേഴ്സൺ ജോൺസൺ കെ, വാർഡ് കൌൺസിലർ എലിസബത്ത് ടി, മുനിസിപ്പൽ കൌൺസിലർ വി.ജെ. ജോജി, ചാലക്കുടി റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജു കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനവും മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പൻ, തങ്കമണി മോഹനൻ, സിജിൽ ചന്ദ്രൻ, ലിനോ മൈക്കിൾ, ഭഗവത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു. നന്ദകുമാർ കോരപ്പത്ത്, മുരളി വെട്ടിയാട്ടിൽ, മാർട്ടിൻ ജോർജ്, ജോയ് പുരയിടം, ചന്ദ്രൻ പാണ്ടാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും 55 രൂപ കൂടി. ഗ്രാമിന് 11,300 രൂപ, പവന് 90,400 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് ടാക്സി കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. LDF ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. കൊരട്ടി പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയായ കൊരട്ടി സ്ട്രീറ്റ് ഫുഡ്സ് നാടിന് സമർപ്പിച്ചു. 365 ദിവസത്തേക്ക് നടത്തുന്ന സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ് ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനവും ആചരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും M4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.